LDFിന്റെ വടക്കൻ മേഖലാ ജാഥ വികസന മുന്നേറ്റ ജാഥ രണ്ടാം ദിവസമാണ്. അല്പം മുമ്പാണ് CPM സംസ്ഥാന സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടത്. കേന്ദ്ര ബജറ്റ് അടക്കമുള്ള വിഷയങ്ങൾ, പ്രതിപക്ഷം തുടരുന്ന അപവാദ പ്രചരണങ്ങളിലടക്കം നിരവധി കാര്യങ്ങളിൽ ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണം നടത്തുകയുണ്ടായി. ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദവിവരങ്ങളുമായി PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, വളരെ വിശദമായ വാർത്താ സമ്മേളനമാണ് ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. ആദ്യം പറഞ്ഞത് കേന്ദ്ര ബജറ്റിനെ കുറിച്ചാണ്. പാവങ്ങളെ ഞെക്കിപ്പിഴിയുന്ന ബജറ്റാണിത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷം തുടരുന്ന നിലപാടുകളെക്കുറിച്ച് SIR നടപടികൾ 2 ആഴ്ച നിർത്തിവെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റു കാര്യങ്ങൾ? ഇതിൽ കേന്ദ്രം കുത്തകളെ പാലൂട്ട് വളർത്തുകയാണെന്ന് ഈ ബജറ്റിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമായതായി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. പാവങ്ങളെ ഞെക്കിപ്പിഴുകയാണ്. സാമ്പത്തിക അച്ചടക്കത്തിന്റെ പേരിൽ സാധാരണക്കാരെ അടിച്ചമർത്തുന്നു. ഗ്രാമ നഗര വികസന പദ്ധതികളുടെ വിഹിതം പൂർണ്ണമായും വെട്ടിക്കുറച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ വൻ കുറവ് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തൊഴിലുറപ്പ് പദ്ധതിയുടെ അവസ്ഥ വളരെ അപകടത്തിലാണ്. കാരണം വലിയ ഫണ്ട് ആവശ്യമുള്ള ഈ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് നൽകാൻ ഇപ്പോൾ കേന്ദ്രം തയ്യാറായിട്ടില്ല. നേരത്തെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു മൂർധന്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ നികുതി വിഹിതത്തിൽ വൻ കുറവാണ് വരുത്തിയിരിക്കുന്നത്. 29 കാര്യങ്ങളാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. പക്ഷേ എയിംസ് ഉൾപ്പെടേണ്ട 29 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. പക്ഷെ കേന്ദ്രം ഒന്നും നൽകിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഭരണം ലഭിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയൊക്കെയാണ് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും എന്നൊക്കെയായിരുന്നു BJP നേതാക്കൾ പറഞ്ഞത്. പക്ഷെ ബജറ്റിൽ കേരളത്തിന്റെ പേരിനൊപ്പം തന്നെ തിരുവനന്തപുരത്തിന്റെ പേരും ബജറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ബജറ്റിലൂടെ കേരളത്തോട് കേന്ദ്രം യുദ്ധം പ്രഖ്യാപനം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അപകടങ്ങൾക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതികരിക്കണം. അതോടൊപ്പം തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SIR-മായി ബന്ധപ്പെട്ടാണ്. SIR-ന്റെ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. 24 ലക്ഷത്തിലധികം വോട്ടർമാർ ഇപ്പോൾ പുറത്താണ്. അപാകതകൾ, അടിമുടി അപാകതകളുടെ പട്ടികയാണ് ഈ SIR-ൽ. വോട്ടുകൾ അധികമായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. GLA-മാർ പോലും അറിയാതെയാണ് ഇത്തരത്തിൽ വോട്ടുകൾ ചേർക്കുന്നത്. അത് വളരെ ഗൗരവത്തോടുകൂടി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ കേരളത്തിലെ പല കേന്ദ്രങ്ങളിലേക്കും വോട്ട് ചേർക്കുന്ന ഒരു രീതിയിലേക്കുള്ള ചില ഏർപ്പാടുകൾ നടന്നിട്ടുണ്ട്. അതിനൊക്കെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന LDF വലിയ രീതിയിലുള്ള പ്രതിഷേധ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടുവരുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വാർത്താ സമ്മേളനം അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ ജാഥ ക്യാപ്റ്റനും ജാഥാംഗങ്ങളും ആദ്യ സ്വീകരണ കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഉദുമ മണ്ഡലത്തിലെ പെരിയാത്തടുക്കത്താണ് ആദ്യ സ്വീകരണം. ഇവിടെ ഇപ്പോൾ തന്നെ ആയിരങ്ങൾ ജാഥയെ വരവേൽക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. സിജു, അതിനുശേഷം കാലിങ്ങാടും പിന്നീട് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ കാലിക്കടവിലുമാണ് സ്വീകരണം ഏർപ്പാടാക്കിയിരിക്കുന്നത്. വൈകിട്ടോടുകൂടി ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. കാലിക്കടവിൽ വലിയ സ്വീകരണം കണ്ണൂർ ജില്ലയിലേക്ക് ജാഥക്ക് നൽകും. പയ്യന്നൂരിലാണ് ഇന്ന് ജാഥയുടെ സമാപന കേന്ദ്രം. ഈ പറയുന്ന കേന്ദ്രങ്ങളൊക്കെ LDF-ന്റെ വലിയ കക്ഷി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ആവേശകരമായ വരവേൽപ്പായിരിക്കും ജാഥയ്ക്ക് ലഭിക്കുക. ശരി, PV കുട്ടനാണ് LDFിന്റെ വടക്കൻ മേഖലാ ജാഥയെ സംബന്ധിച്ച വിവരങ്ങൾ ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്.